ഫ്രൂട്ട്സ് വാങ്ങി ജ്യൂസ് അടിച്ച് കുടിക്കാറില്ലേ? ഇത് വാങ്ങുമ്പോൾ സ്വീറ്റ് ആണോ സോറാണോ എന്ന് എങ്ങനെ മനസ്സിലാവാന്ന് എനിക്കറിയില്ല. വാതിലൊക്കെ തുറന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഫ്രിഡ്ജിനെ പറ്റി ആലോചിച്ചത്. ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാറില്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വാങ്ങാറുണ്ട്. ദേ ഈ സൂം ചെയ്ത് കാണുന്ന ഈ ചെടി ഉണ്ടല്ലോ, ഇതിലെന്തെങ്കിലും ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് ഞാൻ മിക്ക ദിവസവും നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഫ്രിഡ്ജിലാണെങ്കിൽ 1-2 ആഴ്ചയായിട്ട് ഈ ഒരു ഐറ്റം അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളെ വാങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ആൾ സ്വീറ്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ ഒടുക്കത്തെ പുളിയായിരുന്നു. വാങ്ങി ഒരു 2-3 ദിവസം ഞങ്ങൾ ഇതിന്ന് ഓരോന്നെടുത്ത് കഴിച്ചു നോക്കിട്ടോ. പക്ഷെ ഇത്ര പുളിയുള്ള സാധനം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞങ്ങൾക്ക് കളയാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് ഇതെനിക്ക് പുറത്തെടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഇതുകൊണ്ടൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധിക ദിവസം ഫ്രിഡ്ജിലിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു 50% വാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. നമ്മുടെ നാട്ടിൽ വാങ്ങുമ്പോൾ ഈ മുന്തിരി തന്നെ കുറച്ചുകൂടെ നീളമുള്ളതായിരിക്കും. അതിനൊരു മധുരമൊക്കെ ഉണ്ടാവാറുണ്ട്. വാങ്ങുമ്പോൾ സ്വീറ്റ് ആണോ സോറാണോ എന്ന് എങ്ങനെ മനസ്സിലാവാന്ന് എനിക്കറിയില്ല. ഞാൻ ബാക്കിയുള്ള 50% മുന്തിരിയും കഴുകി വൃത്തിയാക്കി. പക്ഷേ അത് ഫുള്ള് ഞാൻ മിക്സിയിലിട്ട് അടിച്ചൊന്നുമില്ല കേട്ടോ. കാരണം ഇത്രയും പുളിയുള്ള മുന്തിരി ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അതിലെന്തോരം ഷുഗർ ഇടേണ്ടി വരും. ഹെൽത്ത് നോക്കിയിട്ടല്ല കേട്ടോ, ഷുഗറിൻ്റെ ചിലവ് ആലോചിച്ചിട്ടാ. കറൻ്റ്ലി ഇപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും ആവശ്യത്തിലധികം ഷുഗറുണ്ട്. ഞാനാണെങ്കിൽ ഒരു ദിവസം വിചാരിക്കും ഇന്നോട്ട് ഷുഗർ ഡയറ്റ് എടുക്കാമെന്ന്. പിന്നെ വിചാരിക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ വേണ്ട കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന്. ഇന്നലെ കാലത്ത് ഷുഗർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കുടിച്ചില്ല. പക്ഷേ ഈവനിങ് ആയപ്പോൾ 2 ടീസ്പൂൺ മധുരം ഇട്ടിട്ട് ഞാൻ ചായ കുടിച്ചു.